നമ്മൾക്കെല്ലാം അഭിമാനമായിട്ടുള്ള ഇന്ത്യയും ലോകമൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മുടെ മുഹമ്മദ് യാസിൻ എന്ന ഈ കുഞ്ഞു മോനാണ്. മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടത് ഉൾക്കാഴ്ചയാണെന്നുള്ള ഒരു സന്ദേശം കൂടി അതിൽ കൂടി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കണ്ണുകെട്ടിക്കൊണ്ട് വായിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ദേശീയ ബോധത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള ഇന്ത്യയും ലോകമൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മുടെ മുഹമ്മദ് യാസിൻ എന്ന ഈ കുഞ്ഞു മോനാണ്. നമുക്കറിയാം 2023 ഉജ്ജ്വൽ ബാല്യ പുരസ്കാരം നൽകി സർക്കാർ ആദരിച്ച ആ കുഞ്ഞിനെ തന്നെ ഇന്ന് നമ്മളുടെ ഇവിടെ ദേശീയ പതാക ഉയർത്തൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി കിട്ടിയതിൽ നമ്മൾക്ക് ഏവർക്കും സന്തോഷമുണ്ട്. ഓരോ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് നമുക്ക് ഏവർക്കും അഭിമാനകരമായിട്ട് ഇന്ന് മാവേലിക്കരയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ മാവേലിക്കര സിവിൽ സ്റ്റേഷനിൽ ദേശീയ പതാക ഉയർത്തുന്നതിനായി നമ്മൾ ഇന്ന് മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് നമ്മളുടെ ഉജ്ജ്വൽ ബാല്യ പുരസ്കാരം 2023 കരസ്ഥമാക്കിയ മുഹമ്മദ് യാസിനാണ്. നമ്മൾക്കറിയാം കീബോർഡിൽ ദേശീയഗാനം വായിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച് അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ചുള്ള ഒരു കുഞ്ഞു മോനെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ ഇതിനായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതും ദേശീയഗാനം കണ്ണുകെട്ടിക്കൊണ്ടാണ് വായിച്ചിരിക്കുന്നത്. നമ്മളുടെ കണ്ണുകളുണ്ടെങ്കിലും കാണാത്ത ഒരു സമൂഹമാണ് നമ്മളുടെ ഇന്ന് ഉള്ളത്. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടത് ഉൾക്കാഴ്ചയാണെന്നുള്ള ഒരു സന്ദേശം കൂടി അതിൽ കൂടി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കണ്ണുകെട്ടിക്കൊണ്ട് വായിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ദേശീയ ബോധത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. ഈ ചടങ്ങ്